ഹായ്, നമ്മളിന്ന് ഗോതമ്പ് നുറുക്കം കൊണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് വെക്കുന്നത്. ഇത് വന്നിട്ട് ഞാൻ കഴുകിയിട്ടതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണ് വെക്കുന്നത്, അപ്പം അധികം വെള്ളം ഒഴിക്കണ്ട, ഈ വെള്ളം മതി കേട്ടോ. അപ്പോൾ വേവട്ടെ കേട്ടോ. നമ്മുടെ ഗോതമ്പ് നുറുക്കം അങ്ങനെ വെന്തിട്ടുണ്ട്. തുറന്ന് നോക്കാവേ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിക്കണം. ഞാനിത് വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ, കാരണം എന്തെങ്കിലുമൊക്കെ കരടുണ്ടാവുകയും. എന്തായാലും അരിച്ചൊഴിക്കട്ടെ. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മൾ പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചത്. ഓക്കെ, ഇത് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ്യൂം കിസ്മിസും കൂടെ വറുത്തിടാവേ. ഇതേ നമ്മുടെ പായസം അങ്ങനെ പാലൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാം. ഇത് ഇടയ്ക്ക് ഞാൻ ഏലക്കായ് പൊടിക്കാൻ പോയപ്പം ഒന്ന് കരിഞ്ഞു പോയി. കുഴപ്പമില്ല, ഇതിനെ നമുക്ക് അതിലേക്ക് എടുത്തിടാവേ. ഇനി ഇതിലേക്ക് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്താൽ പായസം സെറ്റാവും. നെയ്യൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഏലക്കായ് പൊടിച്ചതിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. ഞാനിത് ഉണ്ടാക്കുന്നതേ നൈറ്റിലാണ്, അതാണ് ഒരു വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവേ. നമ്മുടെ പായസം അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ, അടിപൊളിയാണ്. പക്ഷെ ഇച്ചിരി മധുരം കൂടിപ്പോയി. രസമുണ്ട്. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഏലക്കായൊക്കെ പൊടിച്ചിടുന്നുണ്ട്. ആ ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല, അതൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.